മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ എന്ന മലപ്പുറം ജില്ലയിലെ ചെറുപട്ടണത്തെ ദ മെഡിക്കൽ ഹബ് ഓഫ് കേരള, ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ ആസ്ഥാനമാക്കി മാറ്റുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ആശുപത്രി മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. 1990-ൽ മൗലാന ഹോസ്പിറ്റൽ സ്ഥാപിതമായ ആദ്യ നാൾ തൊട്ടു തന്നെ പ്രവർത്തന നിരതമായതാണ് അവിടുത്തെ ശസ്ത്രക്രിയാ വിഭാഗം. കഴിഞ്ഞ 3 ദശകങ്ങളിലേറെയായി അതിനൂതന ശസ്ത്രക്രിയാ രീതികൾ അനേകർക്ക് ലഭ്യമാക്കിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ സർജറി, GI എൻഡോ സർജറി, ബാരിയാട്രിക് ആൻഡ് മെറ്റബോളിക് സർജറി ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ സർജറി ഡിപ്പാർട്ട്മെന്റായി പരിണമിച്ചിരിക്കുന്നു. ഈ നേട്ടങ്ങളൊക്കെയും സ്വായത്തമാക്കിയത് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ എന്ന ക്രാന്തദർശിയായ സ്ഥിരോത്സാഹിയായ സർജന്റെ പ്രയത്ന ഫലമായാണ്. ദൈവം കൈതൊട്ടനുഗ്രഹിച്ച മാന്ത്രിക കരങ്ങളാൽ അദ്ദേഹം സൗഖ്യമാക്കിയത് അനേകരെയാണ്. 1990കളുടെ തുടക്കത്തിൽ താക്കോൽദ്വാര ശസ്ത്രക്രിയ രാജ്യത്ത് അതിന്റെ ശൈശവദശയിൽ മാത്രമുണ്ടായിരുന്ന കാലത്ത് 1993-ൽ 30 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ കേരളത്തിൽ ആദ്യമായി ഈ ശസ്ത്രക്രിയാ സമ്പ്രദായം അവതരിപ്പിച്ചു. ഒരു പ്രാർത്ഥന പോലെ തന്റെ പ്രൊഫഷനെ സമീപിച്ച ഡോക്ടർ ഇസ്മായിൽ സുദീർഘമായ തന്റെ വൈദ്യസപര്യയിൽ പിന്നിട്ട നാൾവഴികൾ സമാനതകളില്ലാത്തതായിരുന്നു. നാളിതുവരെ ലാപ്രോസ്കോപ്പിക് സമ്പ്രദായത്തിലൂടെ മാത്രം 1,25,000-ത്തിലധികം കേസുകളാണ് ഇദ്ദേഹം നിർവഹിച്ചത്. സ്വപ്നസമാനമായ ഈ വലിയ നേട്ടം കൈവരിക്കുക വഴി ഏഷ്യയിലെ തന്നെ സമുന്നതരായ ലാപ്രോസ്കോപ്പിക് സർജന്മാരുടെ ഇടയിലാണ് ഇന്ന് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിന് സ്ഥാനം. 12,000-ത്തിലധികം ലാപ്രോസ്കോപ്പിക് ഹെർണിയ റിപ്പയർ, 2,000-ത്തിലധികം ലാപ്രോസ്കോപ്പിക് ബാരിയാട്രിക് സർജറി, 200-ലധികം ലാപ്രോസ്കോപ്പിക് മെറ്റബോളിക് സർജറി ഫോർ ഡയബറ്റീസ്. ഇവയെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയകൾ എന്ന ഗണത്തിലെ ഓൾ ഇന്ത്യ റെക്കോർഡുകൾ കൂടിയാണ്. ക്യാൻസറിന്റെ സർജിക്കൽ ചികിത്സയിൽ മിനിമലി ഇൻവേസീവ് ഓങ്കോ സർജറിയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നിരിക്കെ ലാപ്രോസ്കോപ്പിക് ഓങ്കോ സർജറി കേരളത്തിൽ ആദ്യമായി നിർവഹിച്ചു തുടങ്ങിയെന്നതും ഇദ്ദേഹത്തിന്റെ തൊപ്പിയിലെ പൊൻതൂവലാണ്. ഇതുകൂടാതെ 1000-ത്തിലധികം തൈറോയ്ഡ് സർജറീസ്, 12,000-ൽ പരം പൈൽസിനായുള്ള മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്, കഴിഞ്ഞ 4 വർഷങ്ങളിൽ മാത്രം 1,500-ലേറെ പൈൽസിനുള്ള ലേസർ ഹെമറോയിഡക്ടമി, RFA, ലേസർ, ഫോം സ്ക്ലിറോതെറാപ്പി മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള 2,500-ലധികം വെരിക്കോസ് വെയിൻ സർജറീസ് തുടങ്ങി ഈ സർജന്റെ നേട്ടങ്ങളുടെ പട്ടിക വളരെ വളരെ വലുതാണ്. അമിതവണ്ണത്തിന്റെ ശാശ്വത പരിഹാരമായ താക്കോൽ ദ്വാരത്തിലൂടെയുള്ള ബേരിയാട്രിക് സർജറി ലോകത്ത് ആവിർഭവിച്ചപ്പോൾ അതിന് കേരളത്തിൽ പ്രചുരപ്രചാരം നൽകിയത് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലാണ്. സ്ലീവ് ഗ്യാസ്ട്രക്ടമി, മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ് തുടങ്ങിയ സർജറി ടെക്നിക്കുകളിലൂടെ ഒരു ജാലവിദ്യയിലെന്നോണം അഭൂതപൂർവമായ റിസൾട്ടാണ് ലാപ്രോസ്കോപ്പിക് ബാരിയാട്രിക് സർജറി നൽകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഇദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഈ വിധം പുതുജീവിതം തന്നെ ലഭിച്ച 2,000-ൽ പരം അമിതവണ്ണമുണ്ടായിരുന്നവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. ബാരിയാട്രിക് ശസ്ത്രക്രിയാ വിധേയരിൽ ഭൂരിഭാഗത്തിന്റെയും പ്രമേഹ രോഗം കൂടി പൂർണ്ണമായി ഭേദപ്പെടുന്നതായി വൈദ്യശാസ്ത്ര ലോകം തിരിച്ചറിഞ്ഞു. അങ്ങനെ അമിതവണ്ണവുമായി ബന്ധപ്പെട്ടതും കൂടാതെ മറ്റ് പലവിധ അനിയന്ത്രിത പ്രമേഹ രോഗത്തിനുമുള്ള വിപ്ലവകരമായ ചികിത്സാ മാർഗമായി ലാപ്രോസ്കോപ്പിക് മെറ്റബോളിക് സർജറി ലോകത്ത് അംഗീകരിക്കപ്പെട്ടു. ഈ നൂതന ശസ്ത്രക്രിയ ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചവരിൽ പ്രധാനിയാണ് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ. ലാപ്രോസ്കോപ്പിക് മെറ്റബോളിക് സർജറി പ്രമേഹത്തിന് നൽകുന്നത് ശാശ്വത പരിഹാരമാണ്. നാളിതുവരെ മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇസ്മായിൽ ആൻഡ് ടീം നിർവഹിച്ചത് 200-ലേറെ ഇത്തരം ശസ്ത്രക്രിയകളാണ്. വൈദ്യരംഗത്തെ ഇന്ത്യ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ല്. ഏത് ഹെർണിയ ശസ്ത്രക്രിയകളും പൂർണ്ണമായും താക്കോൽ ദ്വാരത്തിലൂടെ ചെയ്യുക വഴി ഡോക്ടർ ഇസ്മായിൽ കേരളത്തിൽ സൃഷ്ടിച്ചത് മറ്റൊരു വൈദ്യശാസ്ത്ര വിപ്ലവമാണ്. രോഗികൾക്ക് സമയലാഭം, സാമ്പത്തിക ലാഭം, ഉന്നത ഗുണനിലവാരം എന്നിവ ഉറപ്പാക്കുന്ന വിപ്ലവം. 12,000-ത്തിലധികം കേസുകൾ ഈ വിധം നിർവഹിക്കുക വഴി ഇന്ത്യയിൽ ഏറ്റവുമധികം ലാപ്പ് ഹെർണിയ റിപ്പയർ ചെയ്ത സർജൻ എന്ന ഖ്യാതിയും ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിന് സ്വന്തം. മനുഷ്യന്റെ വയറിനകത്തോ
അന്നനാളം മുതൽ കുടലറ്റം വരെയോ ഉള്ള ഒരവയവവും ഇദ്ദേഹത്തിന്റെ ലാപ്രോസ്കോപ്പിക് കരങ്ങൾക്ക് വഴങ്ങാത്തതായില്ല. തന്റെ ഗുരുനാഥൻ കൂടിയായ ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ കുലപതി ഡോക്ടർ JB അഗർവാളിന്റെ ആപ്തവാക്യം ഇമാജിനേഷൻ ഈസ് ദ ലിമിറ്റ് ഓഫ് ലാപ്രോസ്കോപ്പിക് സർജറി അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുകയായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ. പ്രൈമറി ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഓങ്കോപ്ലാസ്റ്റിക് ബ്രസ്റ്റ് കൺസർവിംഗ് സർജറി, നോട്ട്സ്, നാച്ചുറൽ ഓറിഫൈസ് എൻഡോലൂമിനൽ സർജറി, സിൽസ്, സിംഗിൾ ഇൻസിഷൻ ലാപ്രോസ്കോപ്പിക് സർജറി, സ്റ്റാർ, സ്റ്റാപ്പിൾ ട്രാൻസ് ആനൽ റെക്ടൽ റിസെക്ഷൻ തുടങ്ങി എല്ലാ അത്യാധുനിക ശസ്ത്രക്രിയകളും മിനിമലി ഇൻവെസീവ് സർജിക്കൽ പ്രൊസീജിയറും ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ സെന്റർ ഓഫ് എക്സലൻസ് കൂടിയാണ് ഡോക്ടർ ഇസ്മായിലിന്റെ നേതൃത്വത്തിലെ മൗലാന ഹോസ്പിറ്റൽ ശസ്ത്രക്രിയാ വിഭാഗം. അന്താരാഷ്ട്ര നിലവാരത്തിലെ ഗവേഷകൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ അതിനായി ഒരു ഗവേഷണ വിഭാഗം തന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റിൽ ക്രമീകരിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും ആധികാരിക ഇന്റർനാഷണൽ സർജറി ജേണലുകളിൽ മാത്രം 15ലേറെ പ്രബന്ധങ്ങൾ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒട്ടനവധി പ്രബന്ധങ്ങൾ മറ്റ് ജേണലുകളിലും, കൂടാതെ ഡസൻ കണക്കിന് ഇന്റർനാഷണൽ കോൺഫറൻസുകളിലെ പേപ്പർ പ്രസന്റേഷനുകളും അന്തർദേശീയ, ദേശീയ ബെസ്റ്റ് പേപ്പർ അവാർഡുകളും ഇദ്ദേഹത്തിന്റെ അദ്വിതീയ അക്കാദമിക നേട്ടങ്ങളാണ്. ഒരു തപസ്യ പോലെ വിജ്ഞാന വൈദഗ്ധ്യം തേടിയുള്ള പ്രയാണമായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിന്റേത്. ഡോക്ടർ ഫിലിപ്പ് മുറേ, ഡോക്ടർ അന്റോണിയോ ലോങ്കോ തുടങ്ങി ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയാ സമ്പ്രദായം തന്നെ കണ്ടുപിടിച്ച ഗുരുക്കന്മാരിൽ നിന്ന് നേരിട്ടുള്ള സുദീർഘ ശിക്ഷണങ്ങൾ, ഡോക്ടർ YP എബ്രഹാമിനെ പോലുള്ള മഹാരഥന്മാരുടെ ഗുരുത്വം, അനുഗ്രഹാശിസുകൾ, ദശകങ്ങൾ നീണ്ട ആ അശ്രാന്ത പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഡോക്ടർ ഇസ്മായിൽ തന്റെ പ്രവൃത്തി പന്ഥാവിലെ ഉന്നതങ്ങളിലെത്തിയത്. ആയതിന്റെ ഒരു സ്വാഭാവിക പരിണതി എന്നോണം അദ്ദേഹത്തെ തേടിയെത്തിയ അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും അനവധിയാണ്. അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ ASIയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ, ASI കേരള ഘടകത്തിന്റെ 2024-25 ചെയർമാൻ എലക്ട്, ഒബിസിറ്റി ആൻഡ് മെറ്റബോളിക് സർജറി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയും ഏഷ്യ പസഫിക് ഹെർണിയ സൊസൈറ്റിയുടെയും ഫൗണ്ടർ എക്സിക്യൂട്ടീവ് മെമ്പർ, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ദ സർജറി ഓഫ് ഒബിസിറ്റി ആൻഡ് മെറ്റബോളിക് ഡിസീസസ് ലൈഫ് മെമ്പർ, FICS, FMAS മുതലായ ഉന്നത ഫെലോഷിപ്പുകൾ തുടങ്ങി അമേരിക്കൻ സൊസൈറ്റി മെമ്പർഷിപ്പ് ഉൾപ്പെടെ ആധികാരിക സർജിക്കൽ ബോഡികളുടെ 2 ഡസനിലേറെ അന്തർദേശീയ, ദേശീയ ഫെലോഷിപ്പുകളും ലൈഫ് മെമ്പർഷിപ്പുകളും അദ്ദേഹത്തെ തേടിയെത്തി. ശസ്ത്രക്രിയയുടെ ബാലപാഠങ്ങൾ തനിക്ക് പകർന്നു നൽകിയ സ്വന്തം ഗുരുക്കന്മാർക്ക് ലാപ്രോസ്കോപ്പിക് സർജറിയുടെ സങ്കീർണതകൾ തിരികെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുക എന്ന അപൂർവമായ അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ടായി. ടീം വർക്ക് ഈസ് ദ കീ ടു സക്സസ് എന്ന തത്വമാണ് ഡോക്ടർ ഇസ്മായിലിന്റെ പ്രവൃത്തി മന്ത്രം. സഹസർജന്മാരായ ഡോക്ടർ മഹേഷ് രാജഗോപാൽ, ഡോക്ടർ ദിലീപ് നാഗരാജ്, അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലെ പ്രതിബദ്ധതയുള്ള അനസ്തേഷ്യോളജിസ്റ്റുമാർ, മറ്റ് ഡോക്ടേഴ്സ്, നഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ന്യൂട്രീഷനിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, റിസർച്ച് അസിസ്റ്റന്റ്, കോർഡിനേറ്റേഴ്സ്, ഓഫീസ് സ്റ്റാഫ് തുടങ്ങി ഒരു വലിയ ടീം ഏക മനസ്സോടെ സർവസന്നദ്ധരായി ഡോക്ടർ ഇസ്മായിലിനൊപ്പം സദാ നിലകൊള്ളുന്നു. ഒപ്പം മൗലാന ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കലവറയില്ലാത്ത പിന്തുണയും. ഇന്ന് വികസിത രാജ്യങ്ങളെ കണക്കെ ശസ്ത്രക്രിയകൾ എന്തും ഏതും താക്കോൽ ദ്വാരത്തിലൂടെ ചെയ്യുന്നിടത്തേക്ക് കേരളം മാറിയതിനു പിന്നിൽ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ എന്ന ശസ്ത്രക്രിയാ മാന്ത്രികന്റെ കയ്യൊപ്പുണ്ട്. ഇന്ന് ഒട്ടനവധി പുതുതലമുറ സർജന്മാർ ഇദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന അതിവൈദഗ്ധ്യ മേഖലയിലേക്ക് കടന്നുവരുമ്പോൾ അവരുടെയെല്ലാം പ്രത്യക്ഷ പരോക്ഷ ഗുരുവായി, മാർഗദർശിയായി ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ നിലകൊള്ളുന്നു. ലാപ്രോസ്കോപ്പിക് സർജറി എന്ന അതിനൂതന ചികിത്സാ സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവന്ന, ശസ്ത്രക്രിയാ രംഗത്ത് നിശബ്ദ വിപ്ലവം സൃഷ്ടിച്ച കേരളത്തിന്റെ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ് എന്ന തലയെടുപ്പോട്